അപ്പം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വീണ്ടും അഗെയിൻ ഇപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഇന്നല്ല, ഇതിപ്പം ഇപ്പം സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണിത്. ഉത്സവ പറമ്പുകളിൽ അടി. ഉത്സവം പറയുമ്പോഴത്തേനും ഉത്സവ പറമ്പുകളിൽ മാത്രമല്ല, നിന്നിടത്തും പോകുന്നിടത്തും വരുന്നിടത്തും കല്യാണത്തിനടി, ഹോസ്പിറ്റലിലടി, കോളേജിലടി, ഇല്ലാത്ത അടികളൊന്നുമില്ല ഗൈസ്. അതോ വെറുതെ അതോ അടി കിട്ടുന്നതിന് ഒരു ദാക്ഷിണ്യമില്ല, കിട്ടുന്നതോ കൂട്ടത്തോടുള്ള അടിയായിരിക്കും കിട്ടുന്നത്. കിട്ടുന്ന അടിക്ക് ഒരു കൈയും കണക്കുമില്ല. ഒരാൾ ഒറ്റയ്ക്ക് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് കൂട്ടത്തോടുള്ള ഇടിയല്ലേ. ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഒരു പ്രശ്നം നടന്നില്ല, ഒരു 18 വയസ്സുകാരൻ പയ്യനെ രണ്ടുപേരെല്ലാവരും കൂടെ അടിച്ച് കൊന്നു തന്നെ പറയാം. ഈ കൂട്ടത്തിൽ കിടന്ന് അടി കിട്ടുന്നത് നല്ല സുഖമുള്ള ഏർപ്പാടൊന്നും ഇല്ലാണ്ട്. അപ്പൊ ഇതാണൊക്കെ പറ്റിയാണൊക്കെ. അത് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നിങ്ങൾ കണ്ടാണോ? എല്ലാവരും ഈ കേരളം മൊത്തവും കണ്ടത് ആ വീഡിയോ. ഒരു ദാക്ഷണ്യം ഇല്ലാതെ ചെറുക്കനെ തറയിട്ട് ചവിട്ടി തേക്കുന്നു, അടിച്ചു കൊല്ലുന്നു, അടിച്ചു കൊന്നവനെ. അപ്പൊ ആ പയ്യനെ അവന്റെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് അവന്റെ തല ബാക്കിൽ നിന്ന് കാണാമായിരുന്നു, മൊത്തം ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. അന്നേരം എന്തുമാത്രം അടി കിട്ടിയിട്ട് അവന് ആ തലയ്ക്ക് എന്തോ നല്ല രീതിയിലുള്ള അടി കിട്ടിയിട്ട. നല്ലൊരു മരിച്ചുപോയി. പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നാമത്തെ ദിവസം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിടയ്ക്കൂടെ പറയുന്നുണ്ട് കൊല്ലവനെ. ഒരു മനുഷ്യത്തല്ലാത്ത ഏർപ്പാടല്ലേ ഇത്. എടാ തടിക്കട്ട ഉള്ള തല അടിച്ച് പൊളിച്ച്. കഷ്ടം തന്നെ. ആ ചേച്ചിയൊക്കെ കരയുന്നു. ചത്തുപോയി പയ്യൻ, മരിച്ചുപോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ആ അടിക്കുന്നവനെ കണ്ട, അടിക്കുന്ന അവന്മാരെ കണ്ട, ഇമാര് എന്തുമാത്രം ധൈര്യത്തിലാ. സത്യം പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഓരോ വീഡിയോസ്, ഇതിനൊക്കെയുള്ള ഓരോ വീഡിയോസ് വരുമ്പോ അതിന്റെ ക്യാപ്ഷൻ കാണണം, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. പിന്നെ വേറൊന്നല്ല, ഈ പറയുന്ന എനിക്ക് ഇതിനൊക്കെ ഒരു പണി കിട്ടണ്ടായിരുന്നത്, പക്ഷേ ജസ്റ്റ് മിസ്, രക്ഷപ്പെട്ടെന്ന് പറയാം. ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എയറിലായി. സത്യം പറഞ്ഞാൽ പേടിച്ച്, നല്ല രീതിയിൽ പേടിച്ച്. കാരണം ഈ കൂട്ടത്തോടെ വന്ന അടി എന്ന് പറഞ്ഞാൽ അത് സുഖമുള്ള ഒരു ഏർപ്പാടല്ല. കാരണം എന്താ വെച്ചാൽ, ഞാനൊരു സ്റ്റോറി ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ അങ്ങ് നിന്നില്ല മക്കളെ. ഞാനങ്ങ് എയറില്ല, ബഹിരാകാശം കഴിഞ്ഞങ്ങ് പോയി. ഫോൺ വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു, ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കുന്നു, ഭീഷണി, എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയാം അതാണൊക്കെ നടന്നത്. സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം ഇരിക്കപ്പുറത്ത് ഇല്ലായിരുന്നു. ആ ഒരു സ്റ്റോറി എല്ലാവരും സ്റ്റോറി ഇടുന്ന ഞാൻ സ്റ്റോറി ഇട്ടതുള്ളൂ. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാം. പിന്നെന്ന് വെച്ചാല്, ഈ ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേന് ആ ഒരു ഇതിന്റെ ഇടയ്ക്ക് അവന്മാർ ആ ചൊരുക്കിന്റെ ഇടയ്ക്ക് നമ്മൾ ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ സത്യമായിട്ട് ഉറപ്പായിട്ട് അവന്മാര് പരിവാക്കുകയും ചെയ്യും, നമ്മൾ ചത്തുപോവുകയും ചെയ്യും. അവന്മാർ ആ ഒരു മൈൻഡിൽ, ആ ഒരു ചൊരുക്കിൽ നിൽക്കുമ്പോഴത്തേന് ചെന്ന് കയറി കൊടുത്താലുള്ള അവസ്ഥ ഞാൻ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഉത്സവ പറമ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുമ്പോഴത്തേന്, അടികൂടുമ്പോഴത്തേന് പോലീസുകാർ വന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയാണ്. മീൻസ് പോലീസുകാർ അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പോലീസുകാർ അവരെ ഇരിക്കുന്ന ഫൈബർ സ്റ്റിക്ക് അല്ലാത്ത വടി കൊണ്ട് അടിച്ച് ഓടിക്കും എല്ലാവരും. അത് കണക്കല്ല, നമ്മൾ ഈ കൂട്ടത്തിൽ കിടന്ന് അടികൂടുമ്പോഴത്തേനും, ഈ കെട്ടുകാഴ്ചയുടെ ഇടയ്ക്കായാലും അമ്പലത്തിനകത്തായാലും ഗാനമേളയ്ക്കായാലും ശരി, ഒരു കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മനസ്സിലായല്ലോ? അതിന്റെ ഒരു ഏകദേശം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇടി കിട്ടുന്നത് മോന്തയ്ക്കും തലയ്ക്കും കണ്ണിനും. പിന്നെ തറയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ചവിട്ടി തേച്ച് കൈയും കാലും എല്ലാം അടിച്ച് ഓടിച്ച് ഒരു ഇഞ്ച പരുവത്തി ചത്തെന്ന് തന്നെ കൂട്ടാ. ലാസ്റ്റ് ചത്തെന്നുള്ള അവസ്ഥ കണ്ട. ഇത് നമുക്ക് ആ വീഡിയോ കണ്ട കണക്ക്, ആ പയ്യനെ അടിച്ച കണക്ക് അതേ ഒരു അവസ്ഥ വരുത്തുള്ളൂ. പിന്നെ സെയിം അതേ ഒരു അവസ്ഥയിൽ വേറെ നാദാപുരത്ത് ഉത്സവത്തിനിടയ്ക്ക്, ഉത്സവത്തിനിടയ്ക്കാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഉത്സവത്തിനിടയ്ക്ക് കുറെ മാമന്മാരെന്ന് പറയാം. അവന്മാരെ കാണുമ്പോൾ അറിയാം കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. മീൻസ് അമ്മാവന്മാരല്ല, അമ്മാവന്മാരെക്കാൾ കുറച്ചുകൂടെ താഴെ ഒരു ഏകദേശം ഒരു ഏജ് പറയാം, ഒരു 10, 45, 50 വയസ്സിനകത്തൊക്കെ ഉള്ള മാമന്മാരെന്ന് പറയും. യുവമാരൊക്കെ ആണെങ്കിൽ ഈ കൊച്ചു പിള്ളേരെ കാണുമ്പോൾ അങ്ങ് ഞൊരയ്ക്കും. അത് എല്ലായിടത്തും ഉള്ളതാ. ഈ പിള്ളേരെ കാണുമ്പോൾ ഇവന്മാർക്ക് ഞൊരയ്ക്കും, എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ മോന്തക്കെട്ട് അടിക്കുന്നത്. കമ്മിറ്റിക്കാർ വന്ന് എല്ലാവരും
ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദാക്ഷണ്യം ഇല്ലാത്ത ഇടി ഇവന്മാര് കൂട്ടത്തിലുള്ള ഇടി ഇടിക്കുന്നത് വെച്ചാൽ ഒരു ദാക്ഷണ്യം ഇല്ലാത്ത ഇടി അടിക്കുന്നത്. ഈ മാവന്മാരെന്ന് പറയുന്ന ഇവന്മാരുണ്ടല്ലോ, എടാ നീയൊക്കെ കാണുന്ന കണക്കൊന്നുമല്ല. ഇവന്മാര് വാ പറഞ്ഞാ പറയുന്നത് എന്താണെന്നറിയോ? ഇവന്മാര് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കഞ്ചാവാണ്, വെള്ളം അടിയാണ്, MDMA ആണ്, അതാണ് ഇതാണ്. എടാ നീയൊക്കെ കാണുന്ന കണക്ക് എല്ലാരും അങ്ങ് വെള്ളം അടിക്കുന്ന ആൾക്കാരും കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. അത് കണക്കന്നെ നിന്നെ പോലുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ അവരൊന്നും ഈ മാവന്മാര് ആ ഒരു ഏജിൽ പെട്ട ആൾക്കാരൊന്നും നിന്റെ കണക്കൊന്നും ഇതിനൊക്കെ എല്ലാവരും നാട്ടുകാരെ അടിക്കാനും പിടിക്കാനൊന്നും നടക്കുന്ന ആൾക്കാരൊന്നും അല്ല. നീയൊക്കെ അത് ആദ്യമേ ചിന്തിക്കണം. ഇല്ലേ, പോലീസുകാർ ഇത്ര ഒരു കഴിഞ്ഞ ഈ നോവിനിടയ്ക്ക് കുറച്ച് പോലീസുകാർ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴത്തേന് എല്ലാ പോലീസുകാരും ഇത് കണക്കാന്ന് പറയുന്ന കണക്കാണോ? എടാ എല്ലാ പോലീസുകാരും എല്ലാ ആൾക്കാരൊന്നും ഇത് കണക്കൊന്നുമല്ല. പിന്നെ ഇവന്മാരൊക്കെ മെയിനായിട്ടും പറയുന്ന കാര്യം ഇതാണ്, എല്ലാ ആൾക്കാരും ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെയാണ്, ഈ പോലീസുകാരെല്ലാം ഒരേ കണക്കാണ് ഇത് കണക്കാണെന്ന് പറയുന്ന കണക്കാണോ? എടാ അതൊന്നും അല്ല. എടാ നല്ലവരായ ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്ന ആൾക്കാരും ഉണ്ട്. നീയൊക്കെ അത് ആലോചിക്കണം. അല്ലാതെ പിന്നെ ഈ കാണുന്നവരെല്ലാം കള്ളാണ്, കഞ്ചാവാണ്, MDMA ആണെന്ന് പറഞ്ഞിങ്ങനെ നടന്നിട്ട് കാര്യമുണ്ടോ? എല്ലാ ആൾക്കാരും അങ്ങനെ അല്ല. നീയൊക്കെ ഉദ്ദേശിക്കുന്ന കണക്കല്ല. ഇവന്മാർക്കൊക്കെ ഭയങ്കര ചെറുപ്പം. ഈ ഞൊളയ്ക്കുന്ന കുറെ മാവന്മാരുണ്ട്, ചെറുപ്പക്കാര് പിള്ളേരെ കാണുമ്പോഴത്തേന് ഞൊളയ്ക്കുന്നവന്മാര്. ആ മറ്റേ 18 വയസ്സുള്ള പയ്യനെ കൊന്ന കേസിൽ തടിമാടന്മാരാണ് അവന്മാരെല്ലാം. എന്തുകൂടെ ഇവന്മാര് മാടന്മാര്? ഒരു മര്യാദ വേണ്ടേ? പിന്നെ വേറൊരു വീഡിയോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വേറൊരു ഉണ്ട്. ഒരു പ്രായം ചെന്ന ഒരാളെ അമ്പലത്തിലെ വഞ്ചിയിൽ നിന്നും പൈസ മോഷ്ടിച്ചെന്നും പറഞ്ഞ് തല്ലുകയാണ് ചെയ്യുന്നത്. ഇവര് കൈ കിട്ടിയ ഉടനെ കൈ കിട്ടുന്നവരെടുത്തിട്ട് ഇടി, ഒരു ദാശണില്ലാത്ത അടിയിടാ. ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് എന്തോന്നറിയാം. അയ്യോ 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 അറിയാമോ എനിക്ക് എത്രത്തോളം ആ ക്ഷേത്രം എന്ന് പറഞ്ഞ വലുതാണ് അറിയണം. അപ്പൊ നീ എന്നെ മാറ്റി ചെയ്തിട്ടല്ലേ നിനക്ക് എന്നെ അറിയാന്ന് പറയാം. അയ്യോ 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 അയ്യോ. ഈ ഒരു വീഡിയോ കണ്ട ഒരു പ്രായം ചെന്ന ആളാ പോട്ട് പുള്ളി മോഷ്ടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ഓക്കെ, അതിനിവിടെ നിയമങ്ങളും കാര്യങ്ങളും പോലീസുകാരൊക്കെ ഉണ്ട്. പോലീസുകാരൊന്നും ചുമ്മാ ഇവിടെ വായി കൈയിട്ടോണ്ടിരിക്കുവല്ല. അയാൾ അവിടെ അമ്പലത്തിൽ നിന്ന് സാധനം എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ, പൈസ വഞ്ചി എന്തെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ പുള്ളിനെ പിടിച്ച് സ്റ്റേഷനിൽ അയപ്പിക്കാം. അല്ലാതെ വഴിയിലിട്ട് കണക്ക് തല്ലുന്ന ഒരു ഏർപ്പാട് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. പുള്ളിക്ക് വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഈ അടിക്കുന്നമാർ ഇത്രയും കുരുങ്ങും. അപ്പൊ ഈ പറയുന്ന അമ്പലത്തിന്റെ പേരും പോവും. ആദ്യം ചിന്തിക്കേണ്ട കാര്യം, അമ്പലത്തിന്റെ പേരും പറഞ്ഞ് ഇയാളെ അടിച്ച് അയാൾക്ക് വല്ലതും പറ്റി അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അമ്പലത്തിന് തന്നെ പേര്, അവിടുത്തെ കമ്മിറ്റിക്കാർക്കും പേര്, ആ നാട്ടിലെ മൊത്തമുള്ള ആൾക്കാർക്ക് മൊത്തം നാണക്കേട്. ഇപ്പൊ തന്നെ ഈ വീഡിയോ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. ആ പ്രായമുള്ള ആ പുള്ളിനെ കാണുമ്പോൾ തന്നെ നല്ല പ്രായമുണ്ട്. മോന്തക്കെട്ട് അടിക്കുന്നത്, പള്ളക്കെട്ട് ഇടിക്കുന്നുണ്ട്, അയാൾ കരയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. ഈ മനുഷ്യത്വം ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരുണ്ടാ, ഇവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവരാ കിട്ടിയ വാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, കിട്ടിയ ആ ചൊരുക്കിന് അവരാ കൂട്ടത്തിൽ നമ്മൾ കയറി ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇടിച്ച് ഇഞ്ച പരുവാക്കും. പിന്നെ അത് വലിയ മാസാണ്, ഇത് വലിയ മാസാണ്, കിട്ടിക്കഴിഞ്ഞാൽ പൂളും എന്ന് പറയുന്നത് മാസല്ല. എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പോകും, ഇങ്ങനെ നമ്മളും തൂങ്ങും, അല്ലെങ്കിൽ തൂങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പോലീസുകാർ ഉണ്ടായാൽ പോലും ഇവന്മാരെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി കൂടുന്നു. ഇടിക്കൊരു കൈയും കണക്കുമില്ല മക്കളെ. ഇടി കിട്ടുന്നതിന് ഒരു കൈയും കണക്കല്ല. ബാക്കി എന്താ ഇടി കിട്ടി കഴിഞ്ഞ് ചത്തുപോയി കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഇതേപോലെ തന്നെ കല്യാണത്തിനടി, കോളേജിൽ പ്രോഗ്രാം നടത്തുമ്പോ അവിടെ അടി, എല്ലായിടത്തും കൂട്ടയടിയാടാ. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. കല്യാണത്തിന് പപ്പടം കിട്ടിയില്ലെന്നും പറഞ്ഞ അടി. കല്യാണത്തിന് പപ്പടം കിട്ടിയില്ലെന്നും പറഞ്ഞ് എന്താ അവിടെ കിടക്കുന്ന കസേരയെ എല്ലാവരും വാരിയിട്ട് അടി, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ. ഈ അടിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്ക് പോയി? അവർക്ക് പോയി, അത്രേ ഉള്ളൂ. കിട്ടുന്നവർക്കും പോയി, അവരെ വീട്ടുകാർക്കും പോയി. ഇവിടെ നമ്മൾ ഈ വീഡിയോക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊന്നുമില്ല. നമ്മളിത് കണ്ട് പേടിക്കും. നമ്മൾ വിചാരിക്കും നേരത്തെ പറഞ്ഞ കണക്ക് എന്തുവാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്, അതാണ് അവസ്ഥ. എന്തുവാണ് നടക്കുന്നത്? എവിടെ തിരിഞ്ഞാലും അടി 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 അടി. പിന്നെ അതേപോലെ തന്നെ കല്യാണം മുടക്കിയെന്ന് പറഞ്ഞാൽ അത് വേറെ അടി. അതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും മൊത്തം അടിയാണ്. അങ്ങോട്ട് പോയാലും അടി, ഇങ്ങോട്ട് വന്നാലും അടി, കല്യാണത്തിനടി, ഓണത്തിനടി, ക്രിസ്മസിനടി, ന്യൂ ഇയറിനടി, ഉത്സവത്തിനടി. ഇതിൽ ഏറ്റവും വലിയ അടി എന്ന് പറഞ്ഞാൽ ഉത്സവത്തിനുള്ള അടിയാണ്. കാരണം ഒന്നോ രണ്ടോ ആൾക്കാരല്ല, ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് അടിക്കുന്ന അടി, കൂട്ടത്തിലുള്ള അടി. തമാശ പറഞ്ഞല്ല, ചിരിക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞല്ല.
അത് എനിക്ക് നല്ല അനുഭവമുണ്ട്. പക്ഷെ അടിയൊന്നും കിട്ടിയില്ല. എന്തോ ഭാഗ്യത്തിന് എനിക്ക് അടി കിട്ടിയില്ല. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഒഴിഞ്ഞു മാറി, മാക്സിമം ഒഴിഞ്ഞു മാറി. കാരണം എനിക്ക് പേടിയാണ്. അത് മാത്രമല്ല, നമ്മള് ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ഇങ്ങനെ അടി കിട്ടുമെന്ന് വെച്ചാല് കിട്ടി ചത്തുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ വീട്ടുകാർക്കും പോയി, നമുക്ക് പോയി. അവന്മാരെന്തുവാ ജയിലിൽ പോവും. അവന്മാർക്ക് അടിച്ച് കൊല്ലുന്നമാര് ഇതാണൊക്കെ ജയിലിൽ പോവും. അവന്മാരെ വീട്ടുകാർക്കും പോയില്ലേ, നാണക്കേടായില്ലേ, മാനക്കേടായില്ലേ? ഇതൊന്നും ചിന്തിക്കാതെ നിങ്ങള് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാല്, വീട്ടിൽ നമ്മളെ നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാരാണ്. പിള്ളേരായാലും ശരി, നമ്മളെ വീട്ടിലുള്ള അച്ഛനായാലും അമ്മയായാലും ശരി, ഒരു പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമെന്ന് ഇപ്പം ഈ ഒരു ടൈമിൽ ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. കാരണം എന്തൊക്കെ പറ്റുന്നെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. എന്താ പോയിട്ട് വരുന്നത് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. എന്റെ വീട്ടിൽ നിന്നും പറയും ഉത്സവത്തിന് പോകുന്നേ കൊള്ളാം, തിരിച്ച് വീട്ടിൽ വരണം എന്നുള്ള രീതിയിലൊക്കെ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. ഉത്സവം കാണാൻ പോകുന്നത് നമ്മളെ ഒരു സന്തോഷത്തിന്, പിന്നെ നമ്മളെ പരിസരത്തുള്ള ഒരു നല്ലൊരു പ്രോഗ്രാം അല്ലേ, വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളത് കാണാൻ വേണ്ടി കയറി കൊടുക്കും. ചെന്ന് അവിടെ കയറി കൊടുക്കുമ്പോൾ ഇതാണ് അവസ്ഥ, ഇതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മളാരും ഈ ഒരു അടി കൊണ്ടതും അടി കൊടുത്തതും നമ്മളാരും മറക്കത്തില്ല. അത് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ ഈ അടി കൊണ്ടതും അടി കൊടുത്തതും നമ്മൾ മറക്കത്തില്ല. അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ഇതേ അമ്പലത്തില് അതേ ടൈമില് അടി അവിടുന്ന് തിരിച്ചു കിട്ടും. കൊടുത്തടി തിരിച്ചും കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് അടിക്കാനും തോന്നും ഇവന്മാരെ കാണുമ്പോൾ. ശത്രുതാ മൈൻഡ് എന്ന് വെച്ചാൽ എന്തുവാ, അവരൊരു വൈരാഗ്യ ബുദ്ധിയില് അവരൊരു വൈരാഗ്യം, മൈൻഡ് വെച്ചിരിക്കുന്ന വൈരാഗ്യം, അത് അവര് മറക്കത്തൊന്നുമില്ല. നമ്മളായാലും മറക്കത്തില്ല, ആരായാലും മറക്കത്തില്ല. എവിടെ വെച്ച് കാണുന്നോ അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മൈൻഡുള്ള ആൾക്കാരാണ് എല്ലാവരെയും ഒന്നും പറയുന്നില്ല. ഇങ്ങനത്തുള്ള ഒരു കേസിൽ എല്ലാ ആൾക്കാരെയും നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇങ്ങനത്തുള്ള ഒരു മൈൻഡുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ഈ വർഷം അടി കിട്ടി, അടുത്ത ദിവസം അതേ കണക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ള മൈൻഡുള്ള ആൾക്കാരുണ്ട്. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പം ഫാമിലി ആയിട്ട് പുറത്തു പോകുമ്പോഴായിരിക്കും ഉത്സവത്തിന് തന്നെ കിട്ടണമെന്നില്ല, അടുത്ത വർഷം തന്നെ കിട്ടണമെന്നില്ല. വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേന് കിട്ടും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേന് കിട്ടും, എവിടെയെങ്കിലും വെച്ച് ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേന് കിട്ടും. ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കെ. അപ്പൊ ആ ഒരു ഇതില് അടുത്ത വർഷം അതേ സമയം വരുമ്പോഴത്തേന് നമ്മളിത് തോട്ട വലിച്ചുകൊണ്ട് ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് ആ മൈൻഡ് ആണെങ്കിൽ, നമുക്കൊരു വൈരാഗ്യ ബുദ്ധിയുള്ള മൈൻഡ് ആണെങ്കിൽ നമ്മൾ തിരിച്ച് അവരെ തോട്ട വലിക്കാൻ പോകും, അവരെ ചൊറിയാൻ നിൽക്കും. അത് വലിയ പ്രശ്നമാവും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. മനസ്സിലായോ? ഇതിനകത്ത് ഇത് പ്രശ്നം വരുന്നത് വെച്ചാൽ, കൂട്ടയടി ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ തീരുന്ന ഒരു അവസ്ഥയിലാക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും കയ്യൊടിയോ കാലൊടിയോ അങ്ങനത്തുള്ള പല പ്രശ്നങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോകുന്നതാണ്. കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. ഈ ഒരു വർഷമേ ഉള്ളൂ കുറച്ച് എനിക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഈ ഒരു വർഷം തുടക്കം മാത്രം, ഈ ഒരു വർഷം ഉത്സവത്തിന്റെ പ്രോഗ്രാം കൊണ്ട് തുടങ്ങിയപ്പോൾ മാത്രം എനിക്കിപ്പോ നല്ലോണം പേടിയായി. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന, പക്ഷെ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഓരോ പ്രോഗ്രാം നടക്കുന്നിടത്ത്, ഉത്സവങ്ങളായാലും പൂരങ്ങളായാലും അതിനകത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്ക് കാണുമ്പോൾ നമുക്ക് അറയ്ക്കും. നമ്മളൊരു പരിപാടി സ്ഥലത്ത് പോകാൻ തോന്നത്തില്ല. ഇങ്ങനത്തുള്ള ഉത്സവങ്ങളിലോ ഇങ്ങനത്തുള്ള പ്രോഗ്രാം നടക്കുന്നിടത്തോ നമുക്ക് പോകാൻ തോന്നത്തില്ല. അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനത്തുള്ള പ്രോഗ്രാമൊക്കെ പോകുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കണം. കല്യാണം ആയാലും ശരി, നമ്മൾ വിചാരിക്കും കല്യാണത്തിന് പോകുമ്പോഴത്തേന് കല്യാണം അവിടെ ഭയങ്കര ഇതായിട്ട് നടക്കും. പക്ഷെ എങ്കിലും പറയാൻ പറ്റത്തില്ല. ചെറിയ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ തോട്ടവലിയാവും. പിന്നെ അത് വലിയ അടിയാവും. പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാവും. നമ്മളതിൽ പെടും, നമ്മൾ അറിയാതെ പെടും. അതൊക്കെയാണ് വിഷയങ്ങൾ. അതെന്തായാലും ഒന്ന് സൂക്ഷിക്കുക. ഇങ്ങനത്തുള്ള പരിപാടിക്ക് പോകുമ്പോഴത്തേന് നിങ്ങൾ എന്തായാലും ഒന്ന് സൂക്ഷിക്കുക. നിങ്ങൾ മാത്രമല്ല, ഞാനും, നമ്മളെല്ലാരും ഒന്ന് സൂക്ഷിക്കണം. നമ്മൾ അടങ്ങി ഒതുങ്ങി എവിടെ നിന്നാലും നമുക്ക് കിട്ടും. കിട്ടാനുള്ളത് എവിടെ നിന്നായാലും കിട്ടും. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.